ഇത്തവണ BJP സർക്കാരിന് ലഭിച്ചിട്ടുള്ള ഒരു ഇടിവ്. ഒരു സത്യത്തിൽ നമ്മളെ ജനാധിപത്യം വിജയിക്കുകയും മതേതരത്വം വിജയിക്കുകയും ചെയ്ത ഒരു വലിയൊരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നമ്മളെ മുന്നിൽ കടന്നു പോയിട്ടുള്ളത്. BJPക്ക് നല്ലൊരു രീതിയിൽ തന്നെ ഇടിവ് ലഭിച്ചിട്ടുണ്ട്. അതായത് എത്രയോ സീറ്റുകൾ പ്രതീക്ഷിച്ചിരുന്ന BJPക്ക് ലഭിച്ച വൻ തിരിച്ചടി. അതായത് ഒരു ഏകാധിപത്യയുടെ ശബ്ദത്തോടു കൂടിയായിരുന്നു മോദി സംസാരിച്ചിരുന്നത്. മലയാളത്തിൽ സംസാരിച്ച ആ വേർഡ് വേല ഞങ്ങൾ നേടും എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് അത്രത്തോളം ഉറപ്പ് തോന്നിയവർക്ക് വൻ തിരിച്ചടിയായിട്ടാണ് ഈ ഇലക്ഷൻ വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കണക്കെടുത്ത് നോക്കി നമുക്ക് മനസ്സിലാവും. 311 സീറ്റിൽ BJP ഒറ്റയ്ക്ക്, NDA സഖ്യല്ലേ, BJP മാത്രം 300 സംതിങ് സീറ്റിൽ ജയിച്ചിട്ട് അവർ സ്വന്തം സർക്കാർ രൂപീകരിക്കാൻ മാത്രം ഒരു എലിജിബിൾ ആയിട്ടുള്ള ഒരു പാർട്ടി ആയിരുന്നു BJP. ഇപ്രാവശ്യം 240 എന്നതിലേക്ക് ചുരുങ്ങി NDA സഖ്യത്തിനെ കൂടാതെ സർക്കാർ രൂപീകരിക്കാൻ പറ്റൂല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. അതിനെ ഞാൻ മനസ്സിലാക്കി എടുത്തോളാം. ഞാൻ കണ്ട വാർത്തകൾക്ക് അനുസരിച്ചിട്ട് നോക്കിയാല് നമ്മുടെ നാട്ടിലെ ഒരുപാട് BJP പ്രവർത്തകരും BJP മുൻനിര നായകന്മാരൊക്കെ അതിന് ഒരുപാട് വെള്ളപൂശാൻ നോക്കുന്നുണ്ട്. ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം ഞങ്ങൾ നേടിയിട്ടുണ്ടെന്ന് ഒരിക്കലും ഇല്ല. അവർ പറഞ്ഞത് 400 സംതിങ്ങോളം സീറ്റ് ഞങ്ങൾ വ്യാപിക്കും. അതായത് 350ഓളം ഞങ്ങൾ സ്വന്തമായിട്ട് സീറ്റ് നേടുകയും ഘടകകക്ഷികളോട് ഒരുമിച്ച് 400-ലധികം ഞങ്ങൾ 410ഓളം ഞങ്ങൾ നേടിയെടുക്കുന്ന പറഞ്ഞു. 350 നിന്ന് അവർ ഇത്രത്തോളം താഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ 410 നിന്ന് നമ്മൾ ഇത്രത്തോളം താഴ്ച വെച്ച്, അതായത് 100ഓളം സീറ്റാണ് നമ്മൾ ഇടിവെച്ചിട്ടുണ്ട്. അതായത് യഥാർത്ഥ മതേതരത്വ ശബ്ദം. ഇതിന് മതേതരത്വം പല രൂപത്തിലാണ് നമ്മുടെ രീതി. അതായത് ഒന്ന് കോൺഗ്രസിനെ കൈനീട്ടി സ്വീകരിച്ചു രക്ഷപ്പെടുത്താനല്ല, പല രൂപത്തില് ജനങ്ങൾക്ക് സ്വന്തമായി ഞങ്ങളെ രാഷ്ട്രീയ ബോധമുണ്ട്, ജനാധിപത്യം എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു നല്ല രീതിയിലുള്ള, സത്യത്തില് നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യം, മതേതരത്വം, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് അത് എന്നും നമ്മുടെ ജനങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണ് എന്നതിനെ തെളിയിപ്പിക്കുന്ന വലിയൊരു ഇതാണ്. അതായത് ഞങ്ങളെ ഇതിനെ രാമജന്മഭൂമിയാക്കിയിട്ടോ ഞങ്ങളുടെ മണ്ണിനെ വേറൊരു പ്രത്യേക മതത്തിന്റെ കീഴിലോ അല്ലെങ്കിൽ ഒരു മതത്തിനെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ മണ്ണിനെ നേടാൻ ഞങ്ങൾ ഒരാൾക്കും തരില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് രാമജന്മഭൂമി അയോധ്യയുടെ മണ്ണിൽ വൻ ഇടിവ് സംഭവിച്ചത്. അയോധ്യ എന്നൊക്കെ പറഞ്ഞ സത്യത്തിൽ BJPയുടെ ഒരു ഐക്കോണിക്, അവരുടെ അത്രത്തോളം വലിയൊരു അടയാളാണ്. അവരുടെ എന്താ പറയാ, ജയിച്ച് കയറാൻ തന്നെ വലിയൊരു കാര്യം തന്നെ. BJP പ്രതീക്ഷ 400 സീറ്റിൽ പ്രധാന കാരണമായിട്ട് അവർ കണ്ടെത്തിയിട്ടുണ്ടോ ഒന്ന് അയോധ്യ. അവരെവിടെങ്കിലും ഞങ്ങൾ ചെയ്ത വികസനം പറഞ്ഞാൽ വോട്ട് ചോദിച്ചു. എന്തിനാ നമ്മള് ഈ ചോദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ എവിടെയെങ്കിലും നമ്മൾ ചെയ്ത വികസനം എന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ചിട്ടുണ്ടോ? അവര് വോട്ട് ചോദിച്ച കാര്യങ്ങള്, ഒന്നാമത്തെ കാര്യം മുസ്ലിം വിരുദ്ധത പറഞ്ഞിട്ട്, കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് അത് ചെയ്തു കൊടുക്കും, കോൺഗ്രസ് വന്ന മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കും, നിങ്ങളുടെ അടുത്ത് കളയും, മുസ്ലിങ്ങളെ ഖുർആനും ശരിയത്തൊക്കെ അമിത്ഷാ തെലങ്കാന പ്രസംഗിച്ച പ്രസംഗമാണ്. അത് വിദ്വേഷം വിളമ്പിയെടുത്തൊക്കെ അട്ടിമറി സംഭവിച്ചിട്ടുണ്ട്, അവിടെ ഇരുത്തിയിട്ടുണ്ട്. മതേതരത്വത്തിന്റെ ശബ്ദം എന്താണ്, ജനങ്ങളുടെ ശബ്ദം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എനിക്ക് സത്യത്തിൽ ഇതിലൊരു രാഹുൽ ഗാന്ധി എന്നൊരു നായകൻ കൊണ്ടുവന്ന മാറ്റമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. രാഹുൽ ഗാന്ധി ഇതിന് ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതിന് കോൺഗ്രസിനുള്ള വെല്ലുവിളി ഇതിലില്ലേ? അതായത് 10 വർഷം കോൺഗ്രസ് ഫീൽഡ് ഔട്ട് ആവാനുള്ള കാരണം എന്താ? നിങ്ങൾ രാഷ്ട്രീയം സംസാരിക്കുന്ന രൂപത്തിൽ നിങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചില്ല. രാഷ്ട്രീയം സംസാരിക്കാത്ത കോൺഗ്രസിനെ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് സത്യത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യന്റെ രാഷ്ട്രീയ പാർട്ടിയാണ്, ഇന്ത്യൻ ജനതയുടെ രാഷ്ട്രീയ പാർട്ടിയാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പോലും നമ്മുടെ കൂടെ നിന്നിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത്. 75 വർഷം കോൺഗ്രസ് ഭരിച്ചു എന്ന് പറയണ്ടല്ലോ, ഭരിച്ചൊന്നും ആക്കിയില്ല. 42 ട്രില്യണോളം, ഏകദേശം ഒരു കണക്ക് പറയാൻ 42 ട്രില്യണോളം ബ്രിട്ടീഷുകാർ ലൂട്ട് ചെയ്ത് കൊണ്ടുപോയ ഇന്ത്യയെ അവിടുന്ന് ഇവിടെ വരെ എത്തിച്ചത് ആരാണ്? നമ്മളിപ്പോ പറയണത് മോദി വന്ന് 2014 അന്ന് 2014 ഇന്ത്യ എവിടെ ഉണ്ടോ അവിടെ തന്നെ ഇപ്പോഴും ഉണ്ട്, ഒരു മാറ്റവും ഇല്ല. സത്യത്തില് അന്ന് കോൺഗ്രസ് രാഷ്ട്രീയം സംസാരിച്ചു, രാഷ്ട്രീയത്തിന് വേണ്ടി നിലനിന്ന് പെട്ടെന്നൊരു ഇടിവ് വന്നത് എന്താ? രാഷ്ട്രീയം സംസാരിക്കാത്തത്. സംഭവത്തിൽ ഈ രാഹുൽ ഗാന്ധിക്കൊക്കെ പങ്കുണ്ട് തന്നെ ഞാൻ പറയും. എന്റെ വിശ്വാസത്തിൽ, എന്റെ ഒരു ഒപ്പീനിയനിൽ തന്നെ രാഹുൽ ഗാന്ധിക്കൊക്കെ പങ്കുണ്ടായത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് BJPയുടെ സ്ഥാനത്ത് വന്നത്. കഴിഞ്ഞ വർഷത്തെ അതായത് ഇതിനു മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ നമ്മൾ ഈ വട്ടത്തിൽ ചർച്ച ചെയ്ത പല മാധ്യമങ്ങളും നമ്മളെ നെട്ടിക്കുന്ന വാർത്തകളെ കൊണ്ട് ഇനി ഒരു ഇലക്ഷൻ നമ്മളെ മുന്നിലുണ്ടോ, ഇനി ഇലക്ഷൻ എന്ന സമ്പ്രദായം മാഞ്ഞു പോവോ? ഈ തൃശ്ശൂരിലെ വിഷയം നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു മനസ്സിലാവും. അവരവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു നെറേറ്റീവ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഇടയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ സുരേഷ് ഗോപി ജയിച്ചത് പ്രവർത്തനങ്ങൾ എടുത്ത് പറയേണ്ടതാണ്, അതും ശരിയാണ്. പിന്നെ മെജോറിറ്റി വോട്ട് സ്ത്രീകളുടേതാണ്.
പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം സുരേഷ് ഗോപി തോറ്റ മുതൽ സുരേഷ് ഗോപി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ സുരേഷ് ഗോപി ഓരോ യാത്രയിലാണെങ്കിൽ ഓരോ സമയങ്ങളിൽ ഓരോ ന്യൂസുകളൊക്കെ ആയിട്ട് സുരേഷ് ഗോപിയുടെ ട്രോളാണെങ്കിലും കുറ്റം പറച്ചിലാണെങ്കിലും അയാൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനത്തിലൂടെ ഈ മുരളീധരൻ ലേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രിയും കുറച്ച് സമയത്തെ പ്രവർത്തനം കൊണ്ട് മാത്രമായിരിക്കും മുരളീധരൻ തോറ്റുണ്ടായത്. ജനങ്ങൾ അറിയാൻ പറ്റിയില്ല, ജനങ്ങൾക്ക് മുരളീധരനെ കുറിച്ച് അറിയാൻ പറ്റിയില്ല. ഒരു സമയത്തിന്റെ പ്രശ്നം അവിടെ വന്നു. ഈ സുരേഷ് ഗോപിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഒരു വിഷയത്തിന് മാത്രമല്ല, പിന്നെ അവരുണ്ടാക്കിയെടുത്തൊരു നെറേറ്റീവ് എന്ന് പറയുന്നത് എന്തായാലും BJP ജയിക്കും, അതിലൊരു മാറ്റമില്ല, സംശയമില്ല. BJP എന്തായാലും അത് നമ്മളൊരു വിശ്വസിച്ചിട്ട് കാര്യമില്ല. BJP എന്തായാലും ഞങ്ങളൊരു മന്ത്രി വേണം അങ്ങോട്ട് പോകാൻ. നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ പോകണം, നമ്മുടെ നാടിന് എന്തെങ്കിലും ഒരു ഉപകാരം. ആ ഒരു മാറ്റച്ചന്തരടിക്ക് വേണ്ട. അതായത് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാല് ഞങ്ങളെ മണ്ണിൽ താമര വിരിയില്ല എന്ന അഹങ്കാരത്തോടു കൂടി പല പ്രാവശ്യം സംസാരിച്ച ഒരു നാടാണ്. അങ്ങനെ ഇന്ന് പോലും പല സ്റ്റാറ്റസുകളും നിറഞ്ഞിരുന്നത് തമിഴ് ഞാനടക്കം. അതെങ്കിൽ നമ്മളുടെ അടുത്ത സോഷ്യൽ മീഡിയയിലെ പല നമ്മൾ അറിയുന്ന ഇൻഫ്ലുവൻസേഴ്സ് വരെ വെച്ചിട്ടുണ്ട് സ്റ്റോറികൾ. എന്ത് വെച്ചിട്ടുള്ള തമിഴ്നാടിനെ പൊക്കി പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ അഭിമാനമുണ്ട്. തമിഴ്നാടിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അഭിമാനമുണ്ട്. തമിഴ്നാടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ BJP ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഹൈന്ദവ രീതിയിലുള്ള പ്രവർത്തനം സത്യത്തിൽ തടയാൻ കഴിയാത്തതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ തോൽവി. അതിൽ പിണറായി വിജയന്റെ പോലീസുകാർക്ക് വൻ തോൽവി സംഭവിച്ചിട്ടുണ്ട്. പിണറായി സർക്കാരിന്റെ പോലീസിന് വൻ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ CPIMന്റെ ഇപ്രാവശ്യത്തെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫലം നമുക്കറിയാലോ. എത്ര രീതിയിൽ അവിടെ എത്തിച്ചു, എത്രത്തോളം വിനോദ പ്രവർത്തനങ്ങളുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇത്രത്തോളം താഴ്ചയിൽ എത്തിച്ച നമ്മുടെ ഭരണത്തിലേക്ക് ഇത്ര എത്തിച്ചത് പിണറായി വിജയന്റെ പോലീസാണ്. ആ പോലീസുകാർക്ക് വലിയ പങ്കുണ്ട് തന്നെ പറയാം. കാരണം വാട്സപ്പിലൊക്കെ മതം പറയുന്ന അത്ര മതം ഇവിടെ ഒന്നിനും പറയുന്നില്ല. എല്ലായിടത്തും സത്യത്തിൽ ഒരു പള്ളി കമ്മിറ്റി ഗ്രൂപ്പ് ആണെങ്കിൽ ഇപ്പോൾ അവിടെ മതം പറയുന്നുണ്ട്, ക്രൈസ്തവരെന്നെ അവിടെ മതം പറയുന്നുണ്ട്, ഹൈന്ദവരെന്ന് അവിടെ മതം പറയുന്നുണ്ട്. അതിന്റെ കീഴിലായിട്ട് ഈ RSS പ്രവർത്തകർ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അവര് പഠിപ്പിച്ചു കൊടുക്കുന്ന ചരിത്രം വിഡ്ഢിത്തം വിളമ്പുന്ന ചില ആൾക്കാരെ നമ്മൾ കാണാറില്ലേ? കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ വിഡ്ഢിത്തം വിളമ്പുന്നതാണ്. കാരണം നമ്മളൊന്നും കേട്ട് കേൾക്കാത്ത ഗാന്ധിജിയെ പോലും കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ചരിത്രം ഇവർക്ക് ആരെ പഠിപ്പിച്ചു കൊടുത്തത്? കമന്റ് ബോക്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ത്യന്റെ പ്രധാനമന്ത്രി ഇപ്പൊ അടുത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഗാന്ധിയുടെ സിനിമ കണ്ടിട്ടാണ് ആളുകൾ ഗാന്ധിജിയെ മനസ്സിലായത്. എങ്ങനെ? ആ സമയത്ത് അദ്ദേഹം ചായക്കട നടത്തുന്ന സമയത്ത് അദ്ദേഹം കൊടുത്ത പൈസയിൽ ഗാന്ധിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു, അയാൾ കണ്ടിട്ടില്ല. അതായത് മഹാത്മാഗാന്ധിജി എന്നിട്ടുള്ള ഒരു നേതാവിനെ മനസ്സിലാക്കാൻ ഒരു സിനിമന്റെ ഇതൊന്നും, ഒരു സിനിമയിലൂടെയാണ് രാജ്യം അത്രത്തോളം അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കണം. അത്രയാണ് അയാൾ ഇന്ത്യയെ കണ്ടുവച്ചിട്ടുള്ളത്. ആ ഇന്ത്യയെ മനസ്സിലാക്കി വോട്ടെടുപ്പിനെ നിന്ന് തോൽവിയിലേക്ക് എത്തിച്ചു. നമ്മള് കാശ്മീരത്തെ കാര്യം എടുത്തു നോക്കാം. കാശ്മീരില് സംഭവിച്ചത് 2019 ടെററിസ്റ്റ് ഫണ്ടിന്റെ പേരിൽ ടെററിസം പറഞ്ഞിട്ട് ഷെയ്ഖ് റാഷിദിനെ എടുത്തിട്ട് ജയിലിൽ അടച്ചൊരു സംഭവം. 2019 ജയിലിട്ട അദ്ദേഹം ഇന്നത്തെ ലോകസഭയിൽ 1.5 ലക്ഷത്തോളം വോട്ടിന് മുന്നിൽ ജയിച്ചാൻ കാരണം എന്താ? ഇന്ത്യയുടെ ജനാധിപത്യം തെളിയിക്കുകയാണ്. കാരണം അത്രത്തോളം അയാൾ ഇറങ്ങിയിട്ട് വോട്ടെടുപ്പിന് വേണ്ടി സംസാരിച്ചിട്ടൊന്നുമില്ല. അയാളുടെ 2 മക്കളായിരുന്നു വോട്ടെടുപ്പിന് വേണ്ടി സംസാരിച്ചത്. ഇന്ത്യയുടെ ജനാധിപത്യം വിളിച്ചു പറയുന്നുണ്ട്, ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ മണ്ണിന് വേണ്ടി സംസാരിക്കാനുള്ള ശബ്ദം ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ മണ്ണിന് വേണ്ടി ഞങ്ങൾ ശബ്ദിക്കുക തന്നെ ചെയ്യും. അത് ഇന്നാള് അതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. ആസാം ജയിലിൽ കൊണ്ടുപോയിട്ട ഒരു ആസാം ജയിലിൽ കൊണ്ടുപോയിട്ടിട്ട് അദ്ദേഹം ഇത്തവണ ജയിച്ചു. അതായത് രാജ്യത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഓരോരോ വ്യത്യസ്തമായ ആശയങ്ങളിലൂടെ CPIMന്റെ രാജസ്ഥാനിലുള്ള പല സീറ്റുകൾ അവർക്ക് പല രൂപത്തിലും കിട്ടി. അതായത് ഇന്ത്യ കണ്ട സത്യമായിട്ടുള്ള ഇന്ത്യയുടെ ജനാധിപത്യത്തിന് ഇത്രത്തോളം മനോഹരമായിട്ടുള്ള ഒരു വോട്ടെടുപ്പിന്റെ റിസൾട്ട് വരാനില്ല. കാരണം മതവിദ്വേഷം പറഞ്ഞിട്ടും മതം പറഞ്ഞിട്ടും നിന്ന നേതാക്കൾക്കെതിരെ അത്ഭുതപ്പെടുത്തുന്ന രീതി. അതായത് കോൺഗ്രസിന് വിജയം എന്നല്ല, മറ്റുള്ള കക്ഷികൾക്ക് രാജ്യത്തെ ഓരോ പൗരനും മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് രാഷ്ട്രീയ ബോധമുണ്ട്, രാഷ്ട്രബോധം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളെ മണ്ണിനെ ആരുടെ കയ്യിൽ കൊടുക്കുന്നുള്ള പരിപൂർണ ബോധം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യം എന്തുകൊണ്ട് തോൽവി സംഭവിച്ചു? രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയ സംസാരങ്ങൾക്ക് ഇല്ലാതിരുന്നതിന്റെ കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ പണിപ്പെട്ട് രാഹുൽ ഗാന്ധിയെ പോലുള്ള പലരും സംസാരിക്കാം. നമ്മളെ
സത്യത്തിൽ ധ്രുവരാത്തിയൊക്കെ ഒരു പൗരന്റെ കടമ പരിപൂർണമായി തീർത്തതാണ്. ഇന്ത്യനോട് സംസാരിക്കേണ്ടത്, ഒരു ഇന്ത്യയോട് സംസാരിക്കേണ്ട ശബ്ദം ഹിന്ദിയിലാണ്. എന്ന് മുതലാണ് ഈ ട്വീറ്റൊക്കെ, ട്വിറ്ററിൽ ട്വീറ്റ് അതായത് നമ്മളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യാൻ തുടങ്ങിയത്, ഹിന്ദിയിൽ ട്വീറ്റ് ചെയ്യാൻ തുടങ്ങി 5 വർഷമായിട്ടുള്ളൂ. ഹിന്ദിയിൽ ട്വീറ്റ് ചെയ്യാൻ തുടങ്ങിയത് 5 വർഷം. അതിനു മുമ്പ് ഇന്ത്യൻ ജനതയോട് സംസാരിക്കേണ്ടത് ഹിന്ദിയിലാണ്. കാരണം ഇന്ത്യൻ മെജോറിറ്റി ആൾക്കാരുടെ ഒരു ഭാഗം മാത്രമാണ് വിദ്യാഭ്യാസമുള്ള ആൾക്കാരുള്ളൂ. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ആ ഭാഷകൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ, അതും അതിനും പകുതി ആൾക്കാർ മാത്രമേ വിദ്യാഭ്യാസം ലഭിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടു കൂടി നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരു വിഭാഗം ജനതക്ക് രാഷ്ട്രീയ ബോധം വന്നിട്ടുണ്ട്. അതെ. അപ്പൊ ആ ജനങ്ങള് ഹിന്ദി മാത്രം അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ ആൾക്കാർക്ക് ഹിന്ദിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ നമ്മൾ ഒരുപാട് ഇംഗ്ലീഷിൽ നമ്മുടെ വിദ്യാഭ്യാസം പഠിച്ച ആൾക്കാരോട് വിദ്യാഭ്യാസം വെച്ച് സംസാരിക്കാനല്ലാതെ ബാക്കിയുള്ള ആളുകളുടെ അവരുടെ ഭാഷയിൽ സംസാരിക്കാതെ അവർക്ക് മനസ്സിലാവില്ല. അതിന് മെയിൻ പ്രശ്നം കോൺഗ്രസ് അതാണ്. ഈ ചന്ദ്രശേഖർ ആസാദിന്റെ സത്യത്തിൽ ഒരു വ്യത്യസ്തപരമായിട്ടുള്ള ഒരു നീക്കം അയാൾ രാഷ്ട്രീയത്തിൽ നടത്തിയത് എന്തായിരുന്നു? രാമന്റെ പേര് പറഞ്ഞിട്ട് വോട്ട് ചോദിച്ച നരേന്ദ്രമോദിയോട് രാമനെ പോലെ രാവണനും ഇന്ത്യ നമ്മുടെ ഇതില് രാമന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ ഞങ്ങൾ രാവണന്റെ പേര് ചോദിക്കും പറഞ്ഞ് ചോദിച്ച് അവിടെ അയാൾ വിജയിക്കുകയും ചെയ്തു. ലീഡ് അയാൾ രാമന്റെയും രാവണന്റെയും മുസ്ലിമിന്റെയും ക്രിസ്തുവിന്റെയും തെളിയിക്കലാണ്. സത്യത്തിൽ ഇന്ത്യന്റെ വിവിധ ചിന്തകൾ സത്യത്തിൽ മനോഹരമായിട്ടുള്ള അന്നും ഒരു ലോഡ് നമ്മളെ വോട്ടെടുപ്പിന്റെ മെഷീനുകൾ കൊണ്ടുവന്ന് തടഞ്ഞു. അന്ന് അവിടെ തടയാൻ വിജയിച്ചിട്ടില്ല. UP-യിലാണ് തടഞ്ഞത്. അന്ന് UP-യിൽ അന്ന് തടയാൻ അവിടുത്തെ പ്രവർത്തകരില്ലായിരുന്നെങ്കിൽ UP-യിൽ എത്രയോ പെട്ടെന്ന് റിസൾട്ട് വരാൻ വൈകി നമുക്കറിയാം. UP-യെ എല്ലാവരും ഒറ്റ നോക്കി നിൽക്കായിരുന്നു. റിസൾട്ട് കണ്ടാൽ മനസ്സിലാവും ഒരു ലോഡ് മെഷീൻസ് എത്രമാത്രം. അപ്പൊ അന്നത്തെ ആ പ്രവർത്തകർ അന്ന് അവിടെ ഇറങ്ങി നിന്നിട്ടില്ലെങ്കിൽ UP-യുടെ റിസൾട്ടിനെ കുറിച്ച് നമുക്ക് തന്നെ പ്രവചിക്കാന്നുള്ളൂ. അത്രമാത്രം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയെ കൊണ്ട് അമ്മാനമാടിയ ആൾക്കാർക്കുള്ള മറുപടി. രാഷ്ട്രീയപരമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് ചിന്തിച്ച് വിശകലനം ചെയ്ത ഒരു സമൂഹമാണ് ഈ വോട്ട് ചെയ്തത്. ഈ 2024 നമുക്ക് ഒരു പൗരന് നേരിട്ട് പറയാം. CPIM-നൊക്കെ ഇവിടെ സംഭവിച്ചിട്ടില്ല. സത്യത്തില് CPM-ന്റെ ഇടിവിന് പ്രധാന കാരണം പിണറായി വിജയന്റെ ആറ്റിറ്റ്യൂഡാണ്. അദ്ദേഹം ഒരു സത്യത്തിൽ ഒരു ഫാസിസ്റ്റ് ആരുടെ നേതാവാണ്? തൊഴിലാളികൾക്ക് ജോലി കിട്ടാത്ത KSRTC-യിലുള്ള പോലത്തെ ഒരുപാട് തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടാത്ത തൊഴിലാളിവാദം ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ നേതാവ് മുഖ്യമന്ത്രി. അത്രത്തോളം ഭയാനകരമായിട്ടുള്ള ഒരു സത്യത്തിൽ നമ്മുടെ ഒരു പ്രധാനമന്ത്രിയുടെ ഒരു ഫോട്ടോ കോപ്പി ആയിരുന്നു ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ നാട് വേറെയാണ്, നാട്ടുകാർ വേറെയാണ്, നാടിന്റെ ചിന്തകൾ വേറെയാണെന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുത്തു. കാരണം എത്രമാത്രം ഗ്രൗണ്ട് സ്പേസ് ഉള്ള ഒരു പാർട്ടിനെ ഇത്ര ഇടിവിലേക്ക് കൊണ്ടു ചേർത്തണമെങ്കിൽ അദ്ദേഹം എത്ര പണിപ്പെട്ടിട്ടുണ്ട്. കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് ഒരു സീറ്റിൽ ഒതുങ്ങിപ്പോയത്. എന്നാലും നമ്മള് സത്യത്തില് ഒരു മെജോറിറ്റി ആൾക്കാർ, കേരളത്തിന്റെ മെജോറിറ്റി ആൾക്കാർ സത്യത്തിൽ നമ്മുടെ യുവത്വത്തിനൊക്കെ ഒരുപാട് പങ്കുണ്ട്. നമ്മളൊരു യുവത്വത്തിന് ഒരു വിഭാഗം ആൾക്കാർ കമ്മ്യൂണിസത്തിനെ മനസ്സിലാക്കുകയും കമ്മ്യൂണിസത്തിനെ എതിർക്കുകയും അതിനൊക്കെ സംസാരിച്ച ആൾക്കാരല്ലേ. കമ്മ്യൂണിസം നമ്മുടെ നാടിന് വേണം, കോൺഗ്രസ് നമ്മുടെ നാടിന് വേണം, എല്ലാം വേണം. പക്ഷെ അന്ധമായി വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ചില ആൾക്കാരൊക്കെ ചെങ്കുടി അതൊക്കെ ഒരു എന്താ പറയാ അവരുടെ ഒരു ആവേശമായിട്ട് വികാരമായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാർ, ഫാൻസ് പോലെയാണ്. സത്യത്തിൽ നമ്മുടെ യുവത്വം എത്രയോ മാറിയിട്ടുണ്ട്. യുവതലമുറ എത്രയോ മാറിയിട്ടുണ്ട്. സത്യത്തിൽ യുവതലമുറയുടെ അടുത്താണ് ഇന്ത്യയുടെ ഭാവി കിടക്കുന്നത്. ഈ 2019 കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സമയം ഉണ്ടായിരുന്നു 2019 രാഷ്ട്രീയത്തിനെ കുറിച്ച് സംസാരിക്കൂല എന്ന് പറയുന്ന ഒരു സമയം. അത് ഈ ഒരു ഇൻഫ്ലുവൻസർ ഇതേ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഭയങ്കര വിവാദമായിട്ടില്ല. ഈ ഒരു ജനറേഷൻ കൂടി കഴിഞ്ഞാൽ പിന്നെ ആ രാഷ്ട്രീയത്തിൽ പോകില്ല. അപ്പൊ ആ ഒരു വിവാദം ഉണ്ടായ സമയത്താണ് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരുന്നത്, രണ്ടാം മോദി സർക്കാർ വരുന്നത്. ആ വാദത്തിന് സംസാരിക്കുന്ന കുറെ ആൾക്കാരും അതെ, ഒരുപാട് ആൾക്കാർ അതേപോലെ ഞങ്ങൾ സംസാരിക്കാൻ ഞങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യം ഇല്ല എന്നൊക്കെ. പക്ഷെ അന്ന് മറ്റേ ഈ ലെനിന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങൾ ഇടപെടും. അത് നമ്മൾ കണ്ടു അനുഭവിച്ചറിഞ്ഞ ആളുകൾ അതിലേക്ക് ഇറങ്ങി സംസാരിക്കണം. യുവതലമുറക്ക് കൊടുക്കുന്ന പങ്ക് ഈ ധ്രുവരാതിയൊക്കെ നമ്മുടെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നത് ഭയങ്കരമായിട്ടുള്ള നമ്മളെ സോഷ്യൽ വർക്ക് അതിന്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. യുവതലമുറയുടെ സോഷ്യൽ വർക്ക്. കാരണം ഇയാളെന്തോ ആരും അറിയില്ലായിരുന്നു. മീൻസ് പക്ഷെ ഇയാളെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്
എന്താ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നത്. അത് അദ്ദേഹത്തിനെ കുറിച്ച് ലോകം ചർച്ച ചെയ്യപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഇൻസ്റ്റഗ്രാം പോലത്തെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ കൊണ്ടുപോയി കോൺഗ്രസിനും ബി ജെ പിക്കും വേണ്ടി ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങി. ദുർഗാത്തിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവര് ചില സോഷ്യൽ മീഡിയ അന്ന് പരന്ന വൈറലായ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഒരു ഇത് വെച്ചിട്ട് ഒരു സിനിമ തിയേറ്റർ പോലെ ആക്കിയിട്ട് അന്നത്തെ നാട്ടുകാരൊക്കെ വെച്ചിട്ട് ഇരുന്നിട്ട് കാണുന്ന എന്തൊരു മനോഹരമായ കാഴ്ചയായിരുന്നു രാജ്യത്തിനെ കുറിച്ചിട്ട്. എന്നാലും കുറച്ച് ആൾക്കാർ അവിടുത്തെ ആളുകൾ കാര്യങ്ങൾ പറഞ്ഞാൽ ബോധ്യപ്പെടുന്ന ആളുകൾ, മനസ്സിലാക്കാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ല. അതാണ് പ്രശ്നം. പിന്നെ ഒരു സമുദായത്തിനോട് പോയിട്ട് നിങ്ങളുടെ സ്വത്തൊക്കെ ഇവര് അടിച്ചു കൊണ്ടുപോവാണെന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അത് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയാൻ ആ ഒരു ടീം പോയിട്ടില്ലെങ്കിൽ ആ സമൂഹം വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതേ അവിടെ സംഭവിക്കുന്നത്. ഇവർ നോർത്തിൽ പോയിട്ട് കോൺഗ്രസിന്റെ പ്രവർത്തനം അത്ര ശക്തമായിരുന്നില്ല. കോൺഗ്രസിലെ ഒരുപാട് ആൾക്കാർ അന്തർധാര സജീവമായിരുന്നു പണ്ട് ബി ജെ പിയിലേക്കുള്ള. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇപ്പൊ അടുത്തൊരു സംഭവിച്ചിട്ടുണ്ട്. സൂറത്ത് ആ ഭാഗത്തെ ഒരു സ്ഥാനാർത്ഥി പ്രകടന പത്രിക കൊടുത്തതിന് ശേഷം ഈ വോട്ടൊക്കെ നമ്മൾ ജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമല്ലോ. ആ സമയത്ത് തന്നെ പ്രകടന പത്രിക പിൻവലിച്ച് ബി ജെ പിയിലേക്ക് പോയി. പിൻവലിച്ചില്ല, ബി ജെ പിയിലേക്ക് പോയി. ഇപ്പൊ നമ്മുടെ ബി ജെ പിക്കാർക്ക് സ്ഥാനം കൊടുക്കുന്ന, അതായത് സ്ഥാനത്തിൽ ഒരു വിഭാഗം, ഒരു പുറത്തുനിന്നുള്ള ഒരു വിഭാഗം സീറ്റ് കൊടുക്കുന്ന ആള് നിതീഷ് കുമാറാണ്. നിതീഷ് കുമാറിന്റെ നിതീഷ് കുമാറിന്റെ ചരിത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ അദ്ദേഹം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഡൽഹി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമുണ്ട്. അതായത് നിതീഷ് കുമാർ അന്ന് അവർക്ക് എന്ത് വേണം, കേന്ദ്ര ആഭ്യന്തര മന്ത്രിസഭ വേണം, അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടികൾക്കൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. ആ നേരത്തെ അവരെ എതിർത്തിട്ട്, അതായത് അന്നേരം ഈ നിതീഷ് കുമാറിനോട് അന്നത്തെ ഡൽഹി പത്രങ്ങൾ കൊടുക്കുന്ന ഇതില് പറയുന്ന എന്താ അറിയോ, അവരോട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ചർച്ചയ്ക്ക് പോലും നരേന്ദ്രമോദി തയ്യാറായില്ല. അപ്പം നിതീഷ് കുമാർ ഈ മുന്നണി ഞാൻ ഉപേക്ഷിക്കണം എന്നിട്ട് ഇതിൽ നിന്ന് പോകാൻ തയ്യാറായ ഒരു നേതാവാണ് ഇന്നത്തെ ബി ജെ പി ഭരിക്കണ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. അന്ന് അവര് പറഞ്ഞ പുറത്തിറങ്ങാൻ പോയപ്പോ അമിത്ഷയെ പോലെ സത്യത്തിൽ ഇത്രത്തോളം വാക്ക് മാറ്റുന്ന നേതാക്കന്മാര് വേറെ പാർട്ടിക്കുണ്ടാവും. ജനാധിപത്യ സമയമാണ് ഈ അമിത്ഷാ പറഞ്ഞ എന്താ അറിയോ, ഞങ്ങളെ കൂട്ടത്തിൽ ഒരു കള്ളൻ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇപ്പൊ തെളിഞ്ഞു ആ കള്ളൻ നിതീഷ് കുമാറാണ്, കള്ളനെ ഞങ്ങൾ എടുത്ത് പിടിച്ചു പുറത്തു വിടും, ഇനി ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ അയാളെ കൊണ്ടിട്ടാണ് ഇന്ന് ബി ജെ പി എൻ ഡി എ സർക്കാർ ഉണ്ടാവണമെങ്കിൽ നിതീഷ് കുമാർ ചോദിക്കും. അവർക്ക് ഇപ്പൊ അവര് കുടുങ്ങിയെന്ന് തരുമോ, ആഭ്യന്തരം ധനം പോലെയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അവർക്ക് വേണം. നിതീഷ് കുമാറും ഓരോ കൂടെ അവർക്ക് സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങളാണ്. കൊടുക്കൂല എന്ന് പറഞ്ഞാൽ ആ മുന്നണിയോട് തകർന്നു, പിന്നെ അവിടെ ഭരണമില്ല. ഇവർക്കെതിരെ തന്നെ ഈ RSSനെതിരെ പ്രവർത്തിക്കുന്നവര് RSSനുള്ളിൽ തന്നെ ഉണ്ട്. കാരണം ഇവരൊരു BJP നരേന്ദ്രമോദി എന്നുള്ള ഒരു അവരുടെ രക്ഷിതാക്കളായിട്ട് BJP നമ്മളെ നരേന്ദ്രമോദിയും അമിത്ഷയും രക്ഷിതാക്കളായിട്ട് അവര് കളിക്കുന്ന ഒരു കളിയാണ് BJPയുടെ പിന്നിൽ നിൽക്കണം. അപ്പം RSSകാര് തന്നെ പലരും എതിർപ്പായിക്കാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതിനെ കുറിച്ചിട്ട് ആം ആദ്മി പാർട്ടിയിലെ പലരും സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ തർക്കം നടക്കുന്നുണ്ട്. കാരണം ഇതൊന്നും പുറത്തു വരാതെ ഇതിന്റെ ഉള്ളിൽ തർക്കം നടക്കുന്നത്. അതൊക്കെ BJPയെ കുറിച്ചുള്ള ഒരു വിശ്വാസത്തിൽ നിന്ന് ജനങ്ങളെ പിന്മാറാനുള്ള കാരണമാണ്. കാരണം അവരായിരുന്നു മെയിൻ പ്ലേ. ഇനി നടക്കൂല. എന്തുപോലെ ഇനി ഈ നമ്മുടെ JDPO JDUല് എന്തായിട്ടും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കുള്ള TDP ആയിരുന്നു TDP. TDPയുടെ മാനിഫെസ്റ്റോ എടുത്ത് കാണാൻ പറ്റും. മുസ്ലിം സംവരണം നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ നാട് മുഴുവനും നടന്ന് പ്രസംഗിക്കാണ് നരേന്ദ്രമോദിയും. അതാണ് അവിടുത്തെ മെയിൻ വിഷയം. ഓരോ തെലങ്കാന, രാജസ്ഥാൻ പോലെ സംസ്ഥാനങ്ങളിൽ പോയിട്ട് മോദി പറയുന്ന കാര്യം എന്താ, കോൺഗ്രസ് വന്നാൽ നിങ്ങളുടെ സംവരണം എടുത്തു മാറ്റി മുസ്ലിങ്ങൾക്ക് കൊടുക്കും, നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു മാറ്റി മുസ്ലിങ്ങൾക്ക് കൊടുക്കും. അതേ BJPയുടെ സഖ്യമായി NDAയിലുള്ള TDP പറയുന്ന കാര്യം അവരുടെ മാനിഫെസ്റ്റോയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ മുസ്ലിം സംവരണം കൊണ്ടുവരും. ഞാൻ ഇത് മനസ്സിലാക്കുന്നത് ഇത് എവിടെ ഉപകാരപ്പെടും, ഈ ഒരു അഭിപ്രായ ഭിന്നതകളൊക്കെ എവിടെ ഉപകാരപ്പെട്ടേക്കാം. എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയില്ല. എവിടെ ഉപകാരപ്പെടും, CAA അതേപോലത്തെ ബില്ലുകൾ പാസ്സാക്കുന്നതിൽ വളരെ ഉപകാരപ്പെടാൻ സാധ്യത. കാരണം അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ 311 കിട്ടും. കാരണം ഇവര് എത്ര കഷ്ടപ്പെട്ട് അന്നത്തെ ജനങ്ങൾക്ക് ഭയാനക ബില്ല്. അതിൽ നമുക്ക് കോർട്ടല്ലാതെ വേറെ രക്ഷയില്ലാത്തൊരവസ്ഥ ഇന്ത്യൻ ജനത അനുഭവിച്ചുണ്ട്.
എല്ലാവരും ഒന്നിച്ച് തെരുവിറങ്ങിയാൽ പോലും ഒരുപക്ഷെ തടുക്കാൻ ഇന്നത്തെ പറ്റാത്ത സത്യത്തിൽ നിയമങ്ങളൊന്നും. ഏതൊരു എന്താ ഇന്നത്തെ പല നമ്മളെ കേരള ഇൻഫ്ലുവൻസറൊക്കെ ഇന്നും NRC-നെയൊക്കെ CAA-യൊക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അത് ചില കാര്യങ്ങൾ ഇപ്പോ ഞാൻ ഒരു ആരിഫ് ആരിഫ് വേറെ ഏതൊരു ചങ്ങായിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു. അവർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ CAA എന്ന് പറയുന്ന ഒരു സാധനം വന്നാൽ, ഒരു നിയമ സിറ്റിസൺ അമെൻമെന്റ് ആക്ട് അത് വന്നാൽ ഇപ്പൊ കറന്റ്ലി ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾക്ക് വല്ല പ്രശ്നവും വരുമെന്നുണ്ടായിരുന്നു. അപ്പൊ അവർ പറയുന്ന കാര്യം CAA-യിൽ അങ്ങനെ ഒരു വിഷയമില്ല. അത് പിന്നെ പുറത്തുനിന്ന് കുടിയേറി വരുന്ന ജനങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ഹിന്ദു എല്ലാ മതങ്ങളും പറ്റും, മുസ്ലിം അല്ലാത്ത ബാക്കി എല്ലാ മതങ്ങളും, ഏകദേശം എല്ലാ മതങ്ങളും പറ്റും, മുസ്ലിങ്ങൾക്ക് പറ്റൂല എന്നുള്ള ഒരു മതത്തിന്റെ ബേസിലുള്ള കാര്യങ്ങളായിരുന്നു. അതന്നെ ഒന്നാമത്തെ പ്രശ്നമാണ്. മുസ്ലിം എന്നൊരു മതത്തിന്റെ ബേസ് അവിടെ വെക്കേണ്ട കാര്യം അവിടെ ഇല്ല. അത് ഒരു സെക്യുലർ കണ്ടിയിലെ പറ്റാത്ത കാര്യമാണ്. കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ, ഒരു മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രം മുസ്ലിങ്ങളെ പറ്റൂല എന്നുള്ളൊരു അത് വർഗീയപരമായ ഒരു പരാമർശം. ഗവൺമെന്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു മതേതര രാജ്യത്ത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പ്രശ്നമാണ്. പിന്നെ ഇതെങ്ങനെയാണ് കറന്റ്ലി ഇന്ത്യയിലുള്ള ഒരു ആളുകൾക്ക് മുസ്ലിങ്ങൾക്ക് ഇത് ബാധിക്കുന്നത് പറയുമ്പോൾ NRC എന്ന് പറയുന്ന നിയമം വരുന്ന സമയത്ത് ഇന്ത്യയിലുള്ള എല്ലാവരും അവരുടെ സിറ്റിസൺഷിപ്പ് പ്രൂവ് ചെയ്യണം. ഇപ്പൊ നമുക്കിപ്പോ വലിയ കുഴപ്പം വരില്ല. കാരണം നമുക്കിപ്പോ സിറ്റിസൺഷിപ്പ് ലാൻഡ് ഓണർഷിപ്പോ അല്ലെങ്കിൽ നമ്മളെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തൊക്കെ മതി, കുഴപ്പമില്ല. പക്ഷെ ഇതൊന്നും ഇല്ലാതെ എക്കണോമിക്കലി പിന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ ജനന സർട്ടിഫിക്കറ്റ് പോലും അവരുടെ കയ്യിലുണ്ടാവില്ല, അവരെന്ത് സമർപ്പിക്കും? അത് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, അവർക്കിത് വലിയൊരു പ്രശ്നമായി മാറും. പക്ഷെ ഇതില്ലാതെ ഹിന്ദുവിന് പ്രശ്നമില്ല, ഇതില്ലാത്ത ക്രിസ്ത്യനിക്ക് പ്രശ്നമില്ല. ഇതെങ്ങനെ ഈക്വൽ ആയിട്ടുള്ള നിയമമായി വരാം? ഇവിടെ കറന്റ് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ അവർ ഈ പ്രയാസപ്പെടുന്നതോട് കൂടി വരുന്നവരിൽ എന്തിന് മതവിവേചനം നടത്തുന്നത്? ഇത് മതേതരത്വ ഇന്ത്യയിൽ. എന്നിട്ട് ഇത് എങ്ങനെ മതവിവേചനം? ഒരിക്കലും പുറത്തുനിന്ന് വന്ന ഒരു മുസ്ലിമിന് കൊടുക്കാൻ ഒരു ചാൻസും ഇവിടെ ഇല്ല. പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു മുസ്ലിം ആയ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ മതം എന്താണ് അയാളെ തടസ്സപ്പെടുത്തുന്ന കാരണം അയാൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സംരക്ഷണം ലഭിക്കുന്നതിൽ തടസ്സപ്പെടാനുള്ള ഫസ്റ്റ് കാരണം എന്താ? മതം. ഇവിടെയാണ് NRC-ക്കും CAA-നും തെറ്റ് പറ്റിയതും ആ തെറ്റിനെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ വന്ന ശബ്ദങ്ങളൊക്കെ. പക്ഷെ ഇതിനെ ചുരുക്കി പറഞ്ഞത്രയുള്ള വിഷയം വൈറ്റ് വാഷ് ചെയ്യാണ്. CAA വന്നാൽ ഇപ്പോൾ ഉള്ള മുസ്ലിങ്ങൾ പ്രശ്നമില്ല, ആ ഒരു നെറേറ്റീവാണ് ആളുകളിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു വിഷയം മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഈ ഒരു വിഷയം വരുന്നത് കൂടെ CAA വന്നിട്ട് മുസ്ലിങ്ങള് കുടിയേറുന്ന മുസ്ലിങ്ങൾ സിറ്റിസൺഷിപ്പ് കൊടുക്കില്ല എന്നേ ഉള്ളൂ പ്രശ്നം. നമുക്കൊരു പ്രശ്നമില്ല, ഇപ്പൊ ഉള്ള ആളുകൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾ ടെററിസ്റ്റിന് കൊടുക്കില്ല എന്ന് പറയുന്നത് എന്നുള്ളൊരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ NRC വരുമ്പോൾ ഉള്ള മുസ്ലിങ്ങളും അവരുടെ സിറ്റിസൺഷിപ്പ് പ്രൂവ് ചെയ്യണം. ഇവിടെയുള്ള ആളുകളാണ്, അവർക്ക് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കിൽ വന്നാൽ അവർ ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകണം എന്ന് പറയുന്ന ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ എത്രത്തോളം വലിയൊരു വർഗീയതയാണ്. അതായത് ഒരു ജനതയെ എങ്ങനെ ഇന്ത്യയുടെ സംരക്ഷണത്തിനാണ് പരിപൂർണമായിട്ട് സപ്പോർട്ടാണ്. ഇന്ത്യൻ രാജ്യത്തിന് പുറമേ നിന്ന് ഒരുപാട് ആൾക്കാർ വന്നാൽ അത് ഇന്ത്യൻ രാജ്യത്തിന് പ്രയാസമാണ്. പൊതുവെ ഒരു രാജ്യം, അത് നമ്മുടെ രാജ്യം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൽ ഒരുപാട് ദരിദ്രന്മാർ വരുന്നതും അല്ലെങ്കിൽ ദാരിദ്ര്യമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഇന്ത്യൻ രാജ്യം അനുഭവിക്കും. പുറത്തുനിന്ന് ആൾക്കാർ ഒക്കെ സമ്മതിക്കാം. പക്ഷെ മതപരമായിട്ടുള്ള ഈ വിവേചനത്തെ പൊരുത്തപ്പെട്ട് കൊടുക്കാൻ സാധിക്കൂല. അവർ പറയാൻ പറ്റുമോ? എങ്ങനെ അറിയോ? ആരും ഇങ്ങോട്ട് വരാൻ പറ്റൂല, അല്ലെങ്കിൽ ഇന്ന രാജ്യത്തുള്ള ഒരു മനുഷ്യനും ഇങ്ങോട്ട് വരാൻ പറ്റൂല. ഇതൊക്കെ ഇന്ന രാജ്യത്തുള്ള മുസ്ലിങ്ങൾ വരാൻ പറ്റൂല, ഇന്ന രാജ്യത്തുള്ള ഹിന്ദുക്കൾക്കും മറ്റു മതക്കാർക്കും വരാം. ഇതിനെ കുറിച്ച് സംസാരിക്കണ സമയത്ത് ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമല്ല. അവരുണ്ടാക്കാൻ നോക്കുന്ന ആശയത്താണ് ഹിന്ദുത്വ. അതാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ആഹ്വാനം അതാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ആഹ്വാനം അവിടെയാണ് ഉപകാരപ്പെടുന്നത്. 240 സീറ്റും NDA സഖ്യത്തിന്റെ ഈ വിഷയം ഇവിടെ വരുന്നത് നമുക്കതാണ്. ഇപ്പൊ ഒരു ബില്ല് പാസ്സാക്കി വോട്ട് ചെയ്യുന്ന സമയത്ത് 240 സീറ്റ് BJP ഒറ്റയ്ക്ക് ഉണ്ടെങ്കിൽ പോലും TDP പോലത്തെ സംഘടനകൾ മുസ്ലിങ്ങൾക്ക് സംവരണം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആഹ്വാനം ചെയ്ത പാർട്ടികളാണ്. അവർ അതിനെതിരെ വോട്ട് ചെയ്താൽ ഇന്ത്യ സഖ്യം 730 വോട്ട് വേറെ ബാക്കിലുണ്ട്, അവർക്ക് ഈ ബില്ല് പാസ്സാക്കാൻ കഴിയില്ല. ഈ ഒരു രൂപത്തിലാണ് ഈ കാര്യത്തിന് കേരളത്തില് CPM-നെ തോൽവിയായിട്ട് ചിത്രീകരിച്ച സംഭവമുണ്ട്. അതായത് ഈ അടുത്ത് ഒരു സത്യത്തിൽ ഒരു CPM-ൽ തന്നെ ഭയങ്കര നാടകങ്ങളൊക്കെ രചിക്കുന്ന നാടകങ്ങളൊക്കെ നടത്തിപ്പോകുന്ന CPM-ന്റെ ഒരു പ്രവർത്തകനായിട്ടുള്ള ഒരാള് ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ടിട്ടത്. ഞാൻ മീഡിയ വണ്ണിന്റെ ചാനലിൽ ഇത് കേട്ടപ്പം അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ് അതിൽ പറയുന്നത്? ഞങ്ങൾ തോൽക്കാൻ കാരണം CAA-ക്ക് വേണ്ടിയും NRC-ക്ക് വേണ്ടി പോലെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ തോൽക്കാൻ കാരണം അവർക്കെതിരെ സത്യത്തിൽ CPM അതിനുവേണ്ടി നല്ല രീതിയിൽ ശബ്ദിച്ചിട്ടുണ്ട്. NRC CAA ഒക്കെ വന്ന ഉടനെ മെഴുകുതിരി കത്തിച്ചിട്ട്
രാത്രി പുറത്തിറങ്ങിയ ആൾക്കാരാണ് ആര് ഇവര് നല്ല രീതിയിലുള്ള പോരാട്ടങ്ങൾ സംരക്ഷിച്ചിട്ട്. പക്ഷെ ഇവരുടെ തോൽവിയെ ഇതിലേക്ക് ഒതുക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം എന്ത് കൊണ്ട് CPIM കേരളത്തിൽ തോറ്റു. CPM-നെ സ്ഥിരമായിട്ട് കോൺഗ്രസ് എതിർക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് CPM സ്ഥിരം പറയുന്ന കാര്യമാണ് CAയുടെ പേരിൽ കോൺഗ്രസിന് വ്യക്തമായ നിലപാടില്ല. കോൺഗ്രസ് അപ്പൊ തന്നെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ മാനിഫെസ്റ്റോയിൽ CA എടുത്ത് കളയുന്ന സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യമാണ് CAക്കെതിരെ കോൺഗ്രസിനെ അങ്ങോട്ട് ആക്രമിക്കുമ്പോൾ കോൺഗ്രസ് പറയുന്ന കാര്യം, എന്തുകൊണ്ട് CAക്കെതിരെ പ്രതികരിച്ച കുറച്ച് ടീംസ് ഉണ്ടല്ലോ അവർക്കെതിരെ കേസെടുത്തത് ഇന്നും അതിനെതിരെയൊക്കെ പരസ്യമായിട്ട് ചോദ്യം ചെയ്യുന്നതൊക്കെ ഉണ്ട്. പ്രധാനമന്ത്രി CA നടപ്പാക്കും, ഈ ഒരു കാര്യത്തിൽ പ്രധാനമന്ത്രി CA നടപ്പാക്കും എന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ പിണറായി വിജയൻ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ നടപ്പാക്കുക ഇവിടുത്തെ കേസുകൾ എന്താ ഒഴിവാക്കാൻ പറ്റും. മാസ ഡയലോഗ് അടിച്ച് പിണറായി വിജയൻ എന്തുകൊണ്ടാണ് കേസ് ഒഴിവാക്കാൻ ചെയ്യുന്നില്ല? ഈ പിണറായി വിജയൻ സത്യത്തില് ഈ കാര്യത്തെ നമുക്ക് ഏറ്റവും നല്ല സരളമായ രീതിയിൽ നമ്മുടെ ഈ നടന്ന കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇടിവ് ആർക്ക് CPIM-ന് സംഭവിച്ചില്ല ഇടിവിനെ കുറിച്ച് നമുക്ക് താരതമ്യം ചെയ്ത് പെടുത്താനുള്ള കാരണം അതിൽ പെട്ടെന്ന് വ്യക്തമാവും എന്ത് പിണറായി വിജയൻ എന്നുള്ള ഒരു ഏകാധിപതിയുടെ ഇതാണ്. പണ്ടൊക്കെ സത്യത്തിൽ CPIM ഒന്ന് ഭയങ്കര ബുദ്ധിപരമായിട്ട് കളിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിലുള്ള. അതായത് അവർക്ക് എങ്ങനെ ജയിക്കാം, എന്തുകൊണ്ട് ഞങ്ങൾ തോറ്റു, എങ്ങനെ ജയിക്കാം, ഇവിടെ ഞങ്ങൾക്ക് വന്ന പോരായ്മ എന്താണ് എന്നതിനെ കുറിച്ചിട്ട് പരിപൂർണ ബോധ്യമുള്ളവരായിരുന്നു. പരസ്യമായിട്ട് പാർലമെന്റിലൊക്കെ സഖാവെ എന്തുകൊണ്ട് ഞങ്ങൾ തോറ്റു എന്ന് ചോദിച്ച നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ്. കാരണം അവർക്ക് ഭയങ്കരമായിട്ട് കാഴ്ചപ്പാടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPIM. പക്ഷേ ഇനി ഈ ചോദ്യം ഉന്നയിക്കാൻ പറ്റുമോ? പാർലമെന്റ് ചോദിച്ചാൽ ആർക്കെതിരെയാണ് അവർ ചോദിക്കുന്നത്? പിണറായി വിജയനെതിരെ. ഒറ്റ മറുപടി ഉള്ളൂ, പിണറായി വിജയനെതിരെ ശബ്ദിക്കാനെന്തും രാഷ്ട്രീയത്തിലുള്ള CPIM രാഷ്ട്രീയത്തിലുള്ള ഒരു നേതാക്കന്മാര് തയ്യാറാവില്ല. കാരണം ഇതിന്റെ തോൽവിയുടെ എല്ലാ പങ്കും CPIM-നാണ്. എന്തൊരു മാത്രം ഘോരമായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് അയാളത്. ഒരു സത്യത്തില് പിണറായി വിജയന്റെ പോലീസുകാർ ശബ്ദമുയർത്തിയ കറുപ്പ് വസ്ത്രം ധരിച്ചതിന് ആൾക്കാരുടെ പിന്നാലെ കൂടി ആ ഒരു കറുപ്പ് വസ്ത്രം കൊട ചൂടി എങ്ങനെയൊക്കെ ന്യൂസ് വായിച്ചിട്ടുണ്ട്, കൊട ചൂടി പോയ ആളൊക്കെ പിടിച്ചു പോലീസുകാരുടെ കഥകൾ. പിണറായി വിജയന്റെ നവകേരള യാത്ര അത്രത്തോളം ന്യൂനപക്ഷത്തിനെ ഉപദ്രവിച്ച പാട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇടിവ് വരാൻ കാരണം. ഒരു ട്രോളൊക്കെ ഇറങ്ങിയത് ഈ സമയത്ത്, ട്രോളല്ല, പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമാണ്. കേരള ബസ് പോകുന്ന സമയത്തോ പിണറായി വിജയൻ പോകുന്ന സമയത്തൊക്കെ കുറച്ച് കോൺഗ്രസിന്റെ പ്രവർത്തകര് കരിങ്കൊടി കാണിക്കാൻ പോയി. പോലീസുകാർ ഇട്ടടിക്കുന്നുണ്ട് അവരെ സൈഡിലിട്ടിട്ട്. അപ്പോൾ വാർത്തയായി എന്തിനാ അടിക്കുന്ന, എന്തിനാ പ്രതിഷേധിക്കാനുള്ള അവകാശം, ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള അവകാശം ഇല്ലെന്ന് പറയുമ്പോൾ ഒരു ആരുടെ പ്രതിഷേധത്തിന്റെ നേതാക്കന്മാരാണ് ഈ പറയുന്നത്? സമരമുറകള് അപ്പൊ പലതും പയറ്റിയിട്ട് വാൾമുലകളുടെ നടുവിലൂടെ നടന്നു വന്ന നായകൻ ഇതിനെ കുറിച്ച് സംസാരിക്കണത്. അപ്പൊ പിണറായി വിജയൻ പറയുന്ന ഡയലോഗ് ഉണ്ട്, അത് രക്ഷാപ്രവർത്തനായിരുന്നു, വണ്ടി അടിച്ച് അടി കൊണ്ട് അദ്ദേഹം മരിച്ചു പോയില്ലെങ്കിലും ചിന്തിക്കേണ്ട അവസ്ഥയാണ്. CPIM-ന്റെ ഏറ്റവും വലിയ തോൽവിയുടെ വളരെ കാരണം താമര തൃശ്ശൂർ വിരിയാനുള്ള CPIM-ന്റെ പരസ്യപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പലതും പരസ്യമാണ്. പോലെ വ്യക്തമായ പല കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇത്രത്തോളം കോൺഗ്രസിന് സ്വീകാര്യത ലഭിക്കാനുള്ള കാരണം ഈ മലബാർ പരമായിട്ടൊക്കെ നോക്കിയാൽ ഈ കാസർഗോഡ് കമ്മ്യൂണിസ്റ്റിന്റെ ഒരു മണ്ഡലമായിരുന്നു. അവിടത്തൊക്കെ ഭയാനകരമായിട്ട് തോൽക്കാനുള്ള കാരണം എന്താ അറിയും? അവിടെ നിന്നൊക്കെ വന്നത് നമ്മുടെ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിം ലീഗുകളുടെ വോട്ടാണ് മറിഞ്ഞിട്ടുള്ളത്, കോൺഗ്രസിന് മറിഞ്ഞിട്ടുള്ളത്. കാരണം ശബ്ദിക്കുന്ന ന്യൂനപക്ഷത്തിനെ അടിച്ചൊതുക്കുന്ന ഏകാധിപതിയുടെ ചായ്വ് അത് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തെ പോലെ ഇത്തരം സാക്ഷരമായിട്ടുള്ള ഒരു നാട്ടിൽ വന്നിട്ട് ഇത്രത്തോളം ഒരു ഏകാധിപതി ചൊയ കാണിച്ചിട്ട് ജീവിക്കാൻ കാണിക്കുന്ന പിണറായി വിജയന്റെ ധൈര്യം അദ്ദേഹം സംസാരിക്കാൻ തയ്യാറല്ലല്ലോ. മൈക്ക് സ്റ്റാൻഡിന്റെ കാര്യത്തിലൊക്കെ കൂടി സംസാരിച്ച സംസാരങ്ങളും നമ്മള് കണ്ണൂരിന്റെ കാര്യം എടുത്തു കാണാൻ, കണ്ണൂർ എന്ന് പറയുന്നത് പാർട്ടി ഗ്രാമങ്ങളുള്ള നാടാണ്, എപ്പോഴും പാർട്ടി ഗുണ്ടകളുടെ നാടാണ്. അപ്പൊ ആ നാട്ടില് വരെ CPIM ഒന്നും അല്ലാതായി പോവാന്ന് പറയാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ, കണ്ണൂരുകാരനാണ് പിണറായി വിജയൻ. അതുകൂടി ആലോചിക്കണം, പിണറായി വിജയന്റെ നാട് കൂടിയാണ്. പിണറായി എന്നുള്ള പേര് നാടിന്റെ പേരാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പേര്. ആ പിണറായി കാരണമാണ് CPIM-ന്റെ അവസാനം, മിക്കവാറും CPIM അവസാനിക്കും പിണറായിന്റെ ഒറ്റ കാരണമാണ് അദ്ദേഹത്തിന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങൾ തോറ്റു സഖാവി എന്നുള്ള ചോദ്യം ഇന്ന് ഉയർത്താൻ ഒലിക്ക് കഴിയില്ല. കാരണം ഏകാധിപതിയുടെ കാൽച്ചുവട്ടിലുള്ള അടിമകളായിട്ട് ജീവിക്കുകയാണ്. അവർ അടിമക്കമ്മികൾ എന്നല്ല അവര് വിളിക്കുന്നത് തന്നെ. ചില വാദങ്ങളും സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ അടിമകളായിട്ട് തന്നെ തോന്നും ചെയ്യും. ഇവിടുത്തെ ഇറങ്ങിയ ഒരു ട്രോളൊക്കെ
ഒരു ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കാറുണ്ട് എന്ന് പറയുന്നത്. കൊതിച്ചോറ് വീണയെ കുറിച്ചിട്ടൊക്കെ ഇന്നും ഒരാൾ KSRTC സംഭവങ്ങളും പ്രശ്നങ്ങളും അതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഒരാളും സംസാരിച്ചില്ല. ആ അധികാരങ്ങൾ എന്താ അരപ്പിടിയിലുള്ള ആൾക്കാർക്ക് എന്തും ചെയ്യാന്നുള്ള ധാർഷ്ട്യങ്ങളായിരുന്നു ഇന്ന് സർക്കാരിന്റെ ഒട്ടുമിക്ക ഇങ്ങനെയുള്ള കേരളത്തിൽ, ഈ സാക്ഷരമായ കേരളത്തിലേക്ക് ഇത്രത്തോളം ധൈര്യത്തോട് ഫാസിസം കാണിച്ച അടിയറവ് വെക്കാതിരിക്കും. എനിക്ക് സത്യത്തിൽ തോന്നുന്നുണ്ട് ഇനി വരാൻ പോണ ഈ 5 വർഷം കോൺഗ്രസിന്റെ മാന്യത പുലർത്തിയിട്ട് എല്ലാ രീതിയിലും പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചാല് പിന്നെ CPM ഉണ്ടാവില്ല. രാജസ്ഥാനിലും മറ്റുള്ളതൊക്കെ പോയമാതിരി രാജസ്ഥാനിലെ CPM എങ്ങനെയാണ് ജയിച്ചത്? രാജസ്ഥാൻ ജയിച്ചത് ഇന്ത്യ സഖ്യത്തിന് സപ്പോർട്ടോട് കൂടിയിട്ടാണ് ജയിക്കുന്നത്. അവിടെ വിജയിച്ചതിലൊക്കെ സത്യത്തിൽ നല്ല സന്തോഷമുണ്ട്. വ്യത്യസ്തപരമായിട്ടുള്ള ചിന്താഗതികൾ വരുന്നു. സത്യത്തിൽ കേരളത്തിന്റെ പുറത്ത് CPM അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിജയിക്കുന്ന രാഹുൽ ഗാന്ധിന്റെ ഫോട്ടോ വേണം, രാഹുൽ ഗാന്ധി എന്ന പേര് പറഞ്ഞ് പ്രചരണം നടത്തണം, അവർ ജയിച്ച സീറ്റ് പോകുന്ന ഇന്ത്യ സഖ്യത്തിനാണ്. പക്ഷെ കേരളത്തിലെ CPM-കാരാണെങ്കിലോ രാഹുൽ ഗാന്ധിക്കെതിരെ എങ്ങനെയാണോ സംഘികള് രാഹുൽ ഗാന്ധിനെ എതിർക്കുന്നത്, പപ്പുമോൻ എന്നുള്ളൊരു പരാമർശക്കായിട്ട്, അതേപോലെ തന്നെയാണ് നമ്മുടെ CPM-കാരും രാഹുൽ ഗാന്ധിനെ എതിർക്കുന്നത്. കേരളത്തിനെ ഈ തോൽവിയെ ഇങ്ങനെ മറിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആജന്മ ശത്രു BJP ആണ്. BJP-യെ തോൽക്കാൻ വേണ്ടി ഞങ്ങളുടെ ആൾക്കാർ കോൺഗ്രസിന് വോട്ട് ചെയ്താണ്. അങ്ങനെയാണെങ്കിൽ സഖ്യമായിട്ട് ചെയ്യേണ്ടിയിരുന്നു. അന്ന് കേരളം ഒട്ടാകെ ചോദിച്ചിരുന്നു എന്തുകൊണ്ട് സഖ്യത്തിന് തയ്യാറാവാതെ മാറി നിന്ന് മത്സരിക്കുന്ന എന്തിനെ കുറിച്ചിട്ട്. ഇപ്പൊ ജയിച്ചിട്ട് ഇതാണ് സംസാരം. സത്യത്തിൽ തോൽവികളുടെ ഇനിയും ഇതേ ധാർഷ്ട്യവും ഇതേ സ്വഭാവം കൊണ്ട് CPM തുടരുകയാണെങ്കിൽ CPM കേരളത്തിൽ നിന്നും മാഞ്ഞു പോകും. ചിഹ്നം നിലനിർത്താൻ സാധിച്ചത് ഇന്ത്യ സഖ്യമാണ്. അതവർ മനസ്സിലാക്കൂല. കമ്മ്യൂണിസത്തിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സത്യത്തില് നമ്മള് കമ്മ്യൂണിസം BJP-യെ കുറിച്ചുമ്പോൾ തന്നെ എനിക്ക് സത്യത്തിൽ നോക്കിയാൽ വലിയ കോൺഗ്രസിനെ വലിയ സപ്പോർട്ട് ചെയ്യുന്ന, എന്റെ ഒപ്പീനിയനിൽ കോൺഗ്രസ് രക്ഷപ്പെടുത്താൻ പോകുന്ന, കോൺഗ്രസ് ഒന്ന് പെടുത്തുമെന്ന് ഉറപ്പുള്ള ഒരാളൊന്നുമല്ല ഞാൻ. കോൺഗ്രസ് അല്ല നമ്മൾ രക്ഷിച്ചത്. നമ്മളെ ആശയങ്ങളോട് ചേരുന്ന ഒരു പാർട്ടിയായിട്ട് ഇപ്പൊ നിലവിലുള്ള കോൺഗ്രസ് മാത്രമേ. അതുകൊണ്ട് ഈ വീര്യത്തിൽ തുടരാൻ കാണിക്കുന്ന ഇനി കാണിക്കാനുള്ള മനസ്സുകൾ കൊണ്ട് വിലയിരുത്തണം കോൺഗ്രസിന്. അല്ലാതെ കോൺഗ്രസ് പിന്മാറാം. ഈ 10 വർഷങ്ങള് ഫീൽഡ് ഔട്ട് ആവാനുള്ള കാരണങ്ങൾ ഇനിയും കോൺഗ്രസ് വന്നേക്കാം, എന്തും സംഭവിച്ചേക്കാം. പക്ഷെ ഞങ്ങൾ കോൺഗ്രസ് ഇത്രത്തോളം BJP ഇവിടെ വന്ന് വളരാനുള്ള ഏറ്റവും വലിയ കാരണം കോൺഗ്രസ് തന്നെയാണ്. കാരണം അവർക്ക് ഭീഷണിയായിട്ട് എത്രമാത്രം BJP ഒക്കെ എവിടെയായിരുന്നു, എത്ര കാലം കോൺഗ്രസിന്റെ മണ്ണായിരുന്നത്. അതിനെ വിട്ടുകൊടുക്കാൻ കാണിച്ചത് ഇവര് തന്നെയാണ്. 10 വർഷത്തോളം ഇനിയും BJP സഖ്യം മൂന്നാം മൂല്യം കൂടി, അത് 3.0 എന്നൊക്കെയാണ് അവര് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഈ 3.0ലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ്, കോൺഗ്രസ് സഖ്യത്തിനാണ്. ഞാൻ അതിന്റെ വലിയൊരു പങ്ക് കോൺഗ്രസ് സഖ്യത്തിനുണ്ട്. അവരെന്തൊക്കെ കാണിച്ചു വന്നാൽ ഇപ്പൊ കാണിക്കുന്നുണ്ട് പറഞ്ഞാലും കാണിക്കേണ്ട സമയത്ത് കാണിക്കാത്തതിന്റെ ഇതാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഈ നോർത്തിലൊക്കെ പോയിട്ട് ഒരു മാതൃഭൂമിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു. നോർത്തിൽ പോയിട്ട് ഒരു വാരണാസിയാണെന്ന് തോന്നുന്നു. വാരണാസി പോയിട്ട് ഒരു സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് മോദിയെ പറ്റി മാതൃഭൂമി തോന്നുന്നുണ്ട്, മോദിയെ പറ്റി എന്താ അഭിപ്രായം. അപ്പൊ മോദിയെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. അപ്പോൾ അവരോട് മോദി എന്തൊക്കെ ചെയ്തെന്നുള്ള ചോദ്യത്തിൽ അവർ പറയുന്നൊരു ഉത്തരം, അവർക്ക് സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ വീട് വെച്ചെന്ന് ഇപ്പൊ മോദി 2 ലക്ഷം നിന്ന് പറയും. അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞ പിണറായി വിജയൻ വരെ 4 ലക്ഷം കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് 2 ലക്ഷം കൊടുത്തു, അത് ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ മകളോട് ചോദിക്കും എന്താണ് മോദി സർക്കാർ തന്ന കാര്യങ്ങൾ എന്തൊക്കെയാ. വീട് കാണിക്കുന്ന വേറെ വീഡിയോ ഉണ്ട്, വീടിന്റെ പോലെ നിങ്ങൾ കാണാം, വേറെ കാര്യം. മകളോട് ചോദിക്കും എന്താണ് മോദി സർക്കാർ ചെയ്തതെന്നുണ്ട്. അപ്പൊ മകള് പറയുന്നുണ്ട് കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട്, അപ്പോ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അവർ കിട്ടിയിട്ടില്ല, എന്റെ ഫോണിന്റെ പേപ്പർ ചെക്ക് ചെയ്തിരുന്നു, കിട്ടിയിട്ടില്ല. പക്ഷെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവർക്ക് അത്രേ ഉള്ളൂ. അവരുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ BJP അവരുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങളെ വിറ്റ് ജീവിച്ചിട്ടുണ്ട്. അവരുടെ ജീവിത സാഹചര്യങ്ങളെ വിറ്റ് ജീവിച്ചവർ തന്നെയാണ് BJP പ്രവർത്തകര്. അപ്പൊ അവര് പല സഹായങ്ങളും ഇവര് ചെയ്യുന്ന ഒരു സമയത്ത് കക്കൂസ് പണിത് കൊടുക്കാന്ന് വന്നിട്ട് സ്ഥാനത്ത് കയറിയ ആളല്ലേ നമ്മളെ നരേന്ദ്രമോദി. അപ്പം അവർക്ക് ജീവിത സാഹചര്യങ്ങൾ അത്രത്തോളം ആവാനുള്ള കാരണം അതൊക്കെ നമ്മളെ കോൺഗ്രസിന്റെ ഭാഗത്ത് വന്ന് വീഴ്ചകൾ തന്നെയാണ്. എന്താ BJP വരേണ്ടിയിരുന്നു ഇവർക്ക് കക്കൂസ് പണിയാൻ? ഇത്രയും കാലം കോൺഗ്രസ് അല്ലായിരുന്നു ഭരിച്ചിരുന്നത്. പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ കണ്ണ് പൂട്ടി നിന്നത് കൊണ്ട് ഇവരുടെ ഈ
അവിടുത്തെ കാര്യങ്ങൾക്ക് അവിടുത്തെ ജനങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് എഡ്യൂക്കേഷൻ പറ്റ കുറവാണ്. ദിനേനയുള്ള ജീവിത മാർഗങ്ങൾ കണ്ട് സ്വന്തമായിട്ട് കടന്നുറങ്ങാൻ ഒരു വീട്, സ്വകാര്യ കാര്യങ്ങൾ നിർവഹിക്കാൻ സ്വകാര്യ മുറികളും, ഇത് മതി. ശുചിമുറികളും മാത്രം ലക്ഷ്യമാക്കുന്ന ഒരു ജനതക്ക് അന്ന് കൂട്ടിന് കോൺഗ്രസ് ഇല്ലാത്തത് കൊണ്ട് ആ ആ ആ ഊഴം മനസ്സിലാക്കി കയറി വന്നതാണ് BJP. ഈ രൂപം കേരളത്തിലുണ്ട്. അതിലവർക്ക് ആലോചിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് നമ്മളൊക്കെ ഉണ്ടാക്കണം. അതായത് ഈ ഈ ഒരു കാര്യം 2019 വോട്ട് മറിയുള്ള കാരണം കേട്ടിട്ടുണ്ട്. ഈ സെയിം അരി കൊടുത്ത വിഷയത്തിൽ അരി കൊടുത്ത നേതാവ്, അരി കൊടുത്ത ദൈവം എന്ന് പറഞ്ഞ പോസ്റ്റർ ഞാൻ കണ്ടിട്ടുണ്ട്. ഫ്ലക്സ് വലിയ രീതിയിൽ വെച്ച്. എന്ത് ദൈവം? അത്രത്തോളം അതപ്പതിച്ച് പോയൊരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. എന്ത് ദൈവം? നമ്മുടെ ടാക്സ് കൊടുത്ത് നമ്മുടെ ജീവിച്ച് നമ്മുടെ പൈസ കൊണ്ട് നമുക്ക് കിട്ടുന്ന സാധനം അദ്ദേഹം ദൈവം. കാരണം അത് ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കാണ് ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് തൂക്കിയില്ല. അത് വേറെ തമാശ. കമ്മ്യൂണിസ്റ്റുകാരാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ് തൂക്കിയിട്ടുള്ളത്. അതെ, നമ്മളെ സഹായിച്ച ആൾക്കാർ ഇവരുടെ സത്യത്തിൽ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കളിയാണ് ദൈവമാവുക, ദേവനാവുക, പ്രവാചകനാവുക. ഈ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ആ കാര്യത്തിൽ ഞാൻ പ്രവാചകൻ. ഈ പ്രശ്നം വരാൻ പോണ പ്രശ്നം ഞാൻ പറയട്ടെ. നരേന്ദ്രമോദി പറഞ്ഞു ഞാൻ പ്രവാചകനാണ്, ദൈവം എന്നിൽ ഏൽപ്പിച്ച വിധികളെ ഭൂമിയിൽ പുലർത്താൻ വന്ന പ്രവാചകനാണ് ഞാൻ. ഇനി RSS ഇതിനെ ഇപ്പം മിണ്ടാതിരിക്കുന്ന, ഇതിനെതിരെ ശബ്ദങ്ങൾ ഉയർത്തപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ കേട്ടുകേൾവിയുണ്ട്. പക്ഷെ ഇതിനെതിരെ മിണ്ടാതിരിക്കുന്ന RSS ഇനി ഒരു കാര്യത്തിന് വേണ്ടി നരേന്ദ്രമോദിയോട് എതിർക്കാൻ കഴിയും. സീറ്റ് വേണ്ട, പ്രധാനമന്ത്രി. കാരണം ദൈവം അയച്ച പ്രവാചകനെ ഞങ്ങൾ എതിർത്ത് മാറ്റി വേറെ ആളെ എടുത്ത് വെക്കേണ്ടി വരും. അല്ലെങ്കിൽ ദൈവം തന്ന പ്രവാചകൻ നിശ്ചയിച്ച ഒരു നിയമത്തിനെതിരെ ഞങ്ങൾ കൊടുക്കേണ്ടി വരും. കാരണം RSS പോലും അതിന് എതിർപ്പുണ്ട്. അവര് വരെ കുടുങ്ങിയിരിക്കുകയാണ്. അത്രത്തോളം പോലെ ഇവരൊരു എത്രത്തോളം അതിനെ സമ്മതിച്ചു കൊടുത്ത ഇത്രത്തോളം വലിയ അപകടകരമായിട്ട് ഒരു കാര്യമുണ്ടോ? ദൈവത്തിന്റെ പ്രവാചകൻ വന്നിട്ട് ഒരു നാടിനെ ഭരിക്കാണ്, ഒരു നാട്ടിലെ ജനങ്ങൾ ഞങ്ങളെ ദൈവത്തിന്റെ പ്രവാചകൻ ഞങ്ങളെ ഭരിക്കാണ് വന്ന പിന്നെ ചോദ്യങ്ങളുണ്ട് അവിടെ. ചെയ്യുന്നതൊക്കെ ദൈവത്തിന്റെ കൽപ്പനകളാണ്, ദൈവത്തിന്റെ കൽപ്പനകളാണ്. ആശയം സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് പിന്നെ എതിർക്കാൻ കഴിയില്ല. സത്യത്തില് അവിടെയൊക്കെയാണ് വീഴ്ച പറ്റിയിട്ടുള്ളത്. അടിസ്ഥാനപരമായിട്ടുള്ള ബോധമുള്ള പൗരന്മാർ ഉണർന്നു വന്ന സാഹചര്യങ്ങൾ അപ്പോഴൊക്കെയാണ്. അപ്പൊ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ച് വലിയൊരു തിരിച്ചടി ലഭിച്ചു. ഇനിയും ഈ രാജ്യത്തിനോട്, ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോട് നമുക്ക് പറയാം, നമ്മുടെ ജനതക്ക് പറയാനുള്ളത്, ഇവിടെ BJPക്കാർക്കോ ഈ മണ്ണ് BJPയുടേതോ ഈ മണ്ണ് കോൺഗ്രസിന്റേതോ NDA സർക്കാരിൻ്റെതോ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെതോ ഒന്നിൻ്റെതുമല്ല. ഈ ജനത, ഈ മണ്ണ് ഞങ്ങളുടേതാണ്. ഇത് മതേതരത്തിന്റെ മണ്ണാണ്, ഈ ജനാധിപത്യത്തിന്റെ മണ്ണ്. ഇവിടെ ആര് ഭരിക്കണമെന്നും, ഇവിടെ ഏത് വർണ്ണത്തിൽ ഞങ്ങൾ ധരിക്കണമെന്നും, ഏത് ഭക്ഷണം ഞങ്ങൾ കഴിക്കണമെന്നും വിവിധ വർണ്ണങ്ങളുള്ള ഞങ്ങൾ തന്നെ തീരുമാനിക്കും. ഈ വിവിധ വർണ്ണമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ വിജയം.